റിയൽ വെക്ടർ സ്പേസസിൻ്റെ ചില എക്സാമ്പിൾസും നോൺ എക്സാമ്പിൾസും ഒക്കെ തന്നെയാണ് കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ കാണുന്ന എക്സാമ്പിൾ ഇതാണ്. ഇറ്റ്സ് ആൻ അൺയൂഷ്വൽ വെക്ടർ സ്പേസ്. എന്തുകൊണ്ടാണ് ഞാനിതിനെ അൺയൂഷ്വൽ വെക്ടർ സ്പേസ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണഗതിക്ക് നമുക്കൊരു വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അത് ഒരു സോർട്ട് ഓഫ് അതൊരു മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന വെക്ടർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്ന സെറ്റും അതിലെ ഓപ്പറേഷൻസും എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു. വെക്ടർ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നെല്ലാം പറയുന്നത് വെറും പേരുകൾ മാത്രമാണ്. സോ വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിയം 1 തുടങ്ങി നമുക്ക് വെക്ടർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് മാത്രമേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, എസ്പെഷ്യലി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആക്സിയം 6 to 10 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, അത്രയ്ക്കേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സെറ്റ് വി ആയിട്ട് എടുക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ വെർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ അപ്പം തന്നെ നമുക്കറിയാം 0 ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് 0 വെക്റ്റർ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വെക്ടർ അഡീഷൻ എന്താണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്ന് നമുക്കറിയണം. ഹിയർ ലെറ്റ് വെക്ടർ യു ബി ദ റിയൽ നമ്പർ യു, ദ പോസിറ്റീവ് റിയൽ നമ്പർ യു, ആൻഡ് വെക്ടർ വി ബി ദ പോസിറ്റീവ് റിയൽ നമ്പർ വി. And let k be any scalar. Scalar means k is any real number. ഇവിടെ k എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. വിയിലുള്ള എലമെൻസിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. k can be any real number. സോ ഈ സെറ്റിൽ നമ്മളൊരു വെക്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ വെക്ടർ അഡീഷൻ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് സിംപ്ലി ന്യൂമറിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. So vector u plus vector v is defined as, vector u means real number u, positive real number u, and vector v is positive real number v, their product. So vector u plus vector v is simply product of u and v. അതുപോലെ ku is defined as u power k. ഇതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ്. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഇതൊരു വെക്ടർ സ്പേസ് ആണ്. സോ വെക്ടർ സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആക്സിയം 1 നോക്കണം. വെക്ടർ യു പ്ലസ് വെക്ടർ വി ഇസ് യു വി. ഇവിടെ യുവും വിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. യുവും വിയും പോസിറ്റീവ് ആണെങ്കിൽ പ്രൊഡക്റ്റ് യു വി എന്ന് പറയുന്നതും പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ. If u is a positive real number and k is any real number, u power k is always a positive real number, therefore it is closed under scalar multiplication. So axiom 1 and 6 holds here. അടുത്തതായിട്ട്, so the set V with these operations satisfies the 10 vector space axioms and hence is a vector space എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. സോ ആക്സിയം 1 and 6 നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്പറേഷൻസ് നോക്കണം. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നൊക്കെ നോക്കണം. സോ ഇവിടെ u and v greater than 0 means uv greater than 0. So axiom 1 is satisfied. u greater than 0 and k is a real number, then u power k is greater than 0 means axiom 6 is satisfied. ഒന്നും കൂടി ഇവിടെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നൗ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോണത് വെദർ വെക്ടർ യു പ്ലസ് വെക്ടർ വി is same as vector v plus vector u. So vector u plus vector v is simply uv. Multiplication of real numbers is commutative. So I can write this as vu. So this is nothing but vector v plus vector u. So commutative property holds. അതുപോലെ associativity, vector u plus
vector v plus vector w is nothing but u times vw, which is same as uv times w, which is u plus v plus w. So the multiplication of real numbers is commutative and associative, hence the vector addition defined here is associative and commutative. So axiom 2 and 3 is satisfied. Now vector u plus vector 1 is equal to vector 1 plus vector u, which is നമ്മുടെ definition പ്രകാരം ഇത് u1 ആണ്, which is u itself. So and this is true for every u element of v. സോ ഇവിടെ വെക്ടർ അഡീഷൻ നടത്തുമ്പോൾ എലമെൻസിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസം വരുത്താത്ത ആളെന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ 1 ആണ്. സോ 1 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഹിയർ. സോ ഇവിടുത്തെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1. സീറോ വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി എ നൊട്ടേഷൻ, ഇറ്റ് ഈസ് 1. നൗ u greater than 0 ആണെങ്കിൽ we know that 1 by u is greater than 0. ഈ 1 by uവിനെ നമ്മൾ മൈനസ് വെക്റ്റർ u എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ വി ഹാവ് വെക്റ്റർ u പ്ലസ് മൈനസ് വെക്റ്റർ u ഇസ് ഈക്വൽ ടു u ടൈംസ് 1 by u വിച്ച് ഇസ് ഈക്വൽ ടു 1. ഈ 1 ആണ് ഇവിടുത്തെ നമ്മുടെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. സോ എവറി u ഹാസ് എൻ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് u, മീൻസ് ആക്സിയം 5 is satisfied here. ആക്സിയം 6 ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇനി ആക്സിയം 7 നോക്കാനായിട്ട് k ടൈംസ് u പ്ലസ് വി ഇസ് യു വി പവർ k ഹിയർ, വിച്ച് ഇസ് സെയിം ആസ് u പവർ k ടൈംസ് v പവർ k. ആൻഡ് ഇവിടുത്തെ ഡെഫിനിഷൻ പ്രകാരം u പവർ k എന്ന് പറഞ്ഞാൽ k u ആണ്, v പവർ k എന്ന് പറയുന്നത് k v ആണ്. സോ u പവർ k ടൈംസ് v പവർ k ഇസ് k u പ്ലസ് k v. സോ ആക്സിയം 7 ഇസ് ട്രൂ ഹിയർ. നൗ k പ്ലസ് m ടൈംസ് u same as u power k plus m, which is equal to u power k times u power m, which is equal to ku plus mu. So axiom 8 holds. Now k times mu is equal to k times u power m, which is same as u power m power k, which is u power km, which is same as km times vector u. So axiom 9 holds. Now 1 times vector u is u power 1, which is same as u itself. So axiom 10 holds. So this is a set of all positive real numbers with numerical multiplication as vector addition and exponentiation u power k as the scalar multiplication satisfies all the axioms of a vector space. So it is a real vector space. ഇനി വെക്ടർ സ്പേസിന് ഒരു നോൺ എക്സാമ്പിളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. v ഈസ് ഈക്വൽ ടു r2 മീൻസ് നമ്മുടെ സാധാരണ പ്ലെയിൻ. വി ഡിഫൈൻ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് ആസ് ഫോളോസ്. അഡീഷൻ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ കോർഡിനേറ്റ് വൈസ് അഡീഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, u1 പ്ലസ് v1 u2 പ്ലസ് v2. മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇഫ് k ഈസ് എനി സ്കെയിലാർ മീൻസ് ഇഫ് k ഈസ് എനി റിയൽ നമ്പർ we define ku as ku1 0. ഇതാണ് ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ നമ്മളിത് ഒരു വെക്ടർ സ്പേസ് അല്ല എന്ന് കാണിക്കാൻ പോവാണ്. വെക്ടർ സ്പേസ് അല്ല എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിയമെങ്കിലും ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടുത്തെ വെക്ടർ അഡീഷൻ നമ്മൾ മുമ്പ് RNൽ എടുത്ത അതേ വെക്ടർ അഡീഷൻ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കോർഡിനേറ്റ് വൈസ് അഡീഷൻ. Okay, and Rn is a real vector space for any n element of natural numbers. നമ്മൾ സീറോ വെക്ടർ സ്പേസ് കഴിഞ്ഞാൽ പിന്നീട് പഠിച്ച നോൺ ട്രിവിയൽ വെക്ടർ സ്പേസ് ആണ് Rn എന്ന് പറയുന്നത്. സോ വെക്ടർ അഡീഷൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെ ഹോൾഡ് ചെയ്യും. സോ ആക്സിയം 1 തുടങ്ങി 5 വരെയുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെ ഹോൾഡ് ചെയ്യുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിലൊന്നും ഫെയിൽ ആവാൻ ചാൻസ് ഇല്ല. ഹിയർ അഡീഷൻ ഓപ്പറേഷൻ ഈസ് ദ സ്റ്റാൻഡേർഡ് വൺ ഫ്രം R2. ബട്ട് ദ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ദ എക്സ്പെക്റ്റഡ് വൺ. സാധാരണ നമ്മൾ കെ യു എന്ന് പറയുന്ന സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ku1 ku2 എന്നാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതാണ് അൺയൂഷ്വലായിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
സോ നമുക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, ആദ്യത്തെ 9 ആക്സിയംസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതിൽ ആദ്യത്തെ 5 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആറാമത്തേത് KU, യു എന്ന് പറയുന്നത് R2-ലുള്ളതാണ് എങ്കിൽ KU ഇസ് KU10. ദിസ് ഇസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് R2. സോ ആക്സിയം 6 ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് യു ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ബോത്ത് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആക്സിയം 7 ആൻഡ് 8. മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്ക് അസോസിയേറ്റീവ് ആയതുകൊണ്ട് ഇത് 9ാമത്തെ ആക്സിയവും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഞാനിവിടെ നോക്കാൻ പോകുന്നത് 10ാമത്തെ ആക്സിയമാണ്. ബട്ട് 1 times U is equal to 1 times ordered pair U1 U2. U is U1 U2. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇതാണ് 1 times U1 0 which is U1 0 and this is not equal to vector U because നമ്മുടെ vector U എന്ന് പറഞ്ഞാൽ it is ordered pair U1 U2 ആയിരുന്നു. പക്ഷേ ഇവിടെ 1U is not equal to U. അപ്പം അതുകൊണ്ട് ഇത് 10th ആക്സിയം ഫെയിൽ ആവുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ വെക്റ്റർ സ്പേസ് എന്ന് നമുക്ക് പറയാം. ഇനി വീണ്ടും സം അതർ എക്സാമ്പിൾസ് ഓഫ് വെക്റ്റർ സ്പേസസ്. യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ചില വെക്റ്റർ സ്പേസസിൻ്റെ എക്സാമ്പിൾസാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിവിടെ പ്രൂഫ് പറയുന്നില്ല, ഒരുപാട് എക്സാമ്പിൾസ് മാത്രം പറയുകയാണ്. ട്രൈ ടു പ്രൂവ് ഓൾ ദീസ് ആർ വെക്റ്റർ സ്പേസസ് ഓർ ഇനി പറയുന്ന എല്ലാവരും വെക്റ്റർ സ്പേസിൻ്റെ 10 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് സ്വന്തമായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്കാം. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അറിയാം. വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഫോംസ് എ റിയൽ വെക്റ്റർ സ്പേസ്. അടുത്തത്, ദ സെറ്റ് ഓഫ് ഓൾ പെയേഴ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം x0 വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഓൺ R2. നൗ ദ സെറ്റ് ഓഫ് ഓൾ n tuples. സോ സെക്കൻഡ് എക്സാമ്പിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പ്ലെയിനിലുള്ള പോയിൻറ്റ്സ് ആണ് എടുക്കുന്നത്, പക്ഷെ പ്ലെയിനിലുള്ള എല്ലാ പോയിൻറ്റ്സും എടുത്തിട്ടില്ല. സെക്കൻഡ് കോർഡിനേറ്റ് 0 ആകുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കൂടി കളക്ഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വിത്ത് യൂഷ്വൽ സ്റ്റാൻഡേർഡ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, x1 0 പ്ലസ് x2 0 is defined as x1 plus x2 0. Then k x1 0 is kx1 0. ഇതാണ് ഇവിടുത്തെ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓപ്പറേഷൻസ് ദ സെറ്റ് ഓഫ് ഓൾ x0 where x varies over real numbers forms a real vector space എന്ന് കാണിക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ n tuples. n tuples മീൻസ് നമുക്ക് ഓർഡേർഡ് n tuples ആണ്. x1 x2 എക്സെട്ര xn, r cross എക്സെട്ര ക്രോസ് r n ടൈംസ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അതിലെ എലമെൻസിൻ്റെ ഫോം എന്താണോ അതിനെയാണ് നമ്മൾ n tuples എന്ന് വിളിക്കുന്നത്. വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഓൺ Rn, അതായത് സാധാരണ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് എല്ലാ n tuple-ലുള്ള എല്ലാവരും സെയിം ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 1 1 1 എക്സെട്ര 1 0 0 എക്സെട്ര 0 √2 എക്സെട്ര √2 ഇങ്ങനെയായിരിക്കും എല്ലാ എലമെൻസിൻ്റെയും ഫോം എന്ന് പറയുന്നത്. എല്ലാ കോർഡിനേറ്റ്സും സെയിം. ദാറ്റ് ഫോംസ് എ വെക്ടർ സ്പേസ് വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഓൺ Rn. ദെൻ ദ സ്പേസ് ഓഫ് ഓൾ സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് കൺവേർജസ് ടു 0. സീക്വൻസ് an 0യിലേക്ക് പോകുന്നു, സീക്വൻസ് bnഉം 0യിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ സീക്വൻസ് an പ്ലസ് bn വിൽ ഓൾസോ ഗോസ് ടു 0. അതുപോലെ c ടൈംസ് an വിൽ ഗോ ടു 0. ഓക്കെ, അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുക. Then the points in R2 that lie on a line L passing through the origin. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം? ഒറിജിനിൽ കൂടി പോകുന്ന ഒരു ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ y = mx + e ആണ് നമുക്ക് ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ. അതിൽ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ c will be 0. സോ നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx ഫോമിലായിരിക്കും. സോ നമ്മളിതിൽ R2-ലുള്ള പോയിൻറ്റ്സ് ആണ്, ഈ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും എന്ന് പറയുന്നത് ദേ ആർ ഓൾ പോയിൻറ്റ്സ് ഓൺ എ പ്ലെയിൻ. സോ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം ഓർഡേർഡ് പെയർ xy
ഇതിൽ y എം എക്സ് ആണ്. സോ ഓർഡേർഡ് പെയർ എക്സ് എം എക്സ് ഫോമിലായിരിക്കും ഈ ലൈനിലുള്ള ഓരോരുത്തരുടെയും ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഫോംസ് എ വെക്ടർ സ്പേസ് എന്ന് കാണിക്കണം. അതായത് ഈ ലൈനിലുള്ള 2 പോയിൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്യുക, അത് അവിടെ തന്നെയുണ്ട്. അതുപോലെ ലൈനിലുള്ള ഒരു പോയിൻറ്റിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സ്റ്റിൽ ഇറ്റ് ഈസ് ദർ, തുടങ്ങി വെക്ടർ സ്പേസിൻ്റെ എല്ലാ എക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുക. നൗ ഇനിയുള്ളത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് സെറ്റ്സ് വിത്ത് ഗിവൺ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഫോം എ വെക്ടർ സ്പേസ് ഓർ നോട്ട്. അപ്പോൾ ഇത് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് തൽക്കാലം നമുക്കറിയില്ല. ചെക്ക് വെദർ ദേ ആർ വെക്ടർ സ്പേസ് ഓർ നോട്ട്. അപ്പോൾ എല്ലാ എക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഇതാണ്. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രീസസ് ഹൂസ് ഡയഗണൽ എൻട്രീസ് മാത്രമേ നോൺ സീറോ വരാൻ ചാൻസ് ഉള്ളൂ. ഡയഗണൽ അല്ലാത്ത എൻട്രീസ് എല്ലാം സീറോയാണ്. ഡയഗണൽസും ചിലപ്പോൾ സീറോ വരാം. വിത്ത് യൂഷ്വൽ മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. നൗ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം 1x with operations 1y plus 1y dash is equal to 1y plus y dash. ഇങ്ങനെയാണ് ഇവിടുത്തെ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. k times 1y is defined as 1ky. സോ ഇവിടെ എല്ലാ ഫോമും ഈ വി എന്ന് പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റിലുള്ള എല്ലാവരുടെയും ഫോം എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 1x വേർ x വാരീസ് ഓവർ r എന്നുള്ളതാണ് നമ്മുടെ വി. അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അഡീഷൻ ഇങ്ങനെയാണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. വെദർ വിത്ത് റെസ്പെക്ട് ടു ദീസ് 2 ഓപ്പറേഷൻസ് വി ഫോംസ് എ വെക്ടർ സ്പേസ് ഓർ നോട്ട്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നൗ ദ തേർഡ് വൺ ഇസ് set of all polynomials of degree less than or equal to n whose coefficients are from real numbers with usual polynomial addition and scalar multiplication. ഇത് വെക്ടർ സ്പേസ് ആവുമോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം.